भस्माङ्गराकाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय. ചരിത്രവും ഐതിഹ്യങ്ങളും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ. കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവാലയങ്ങളിൽ പ്രസിദ്ധമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ഭക്തരെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാന്റെ കണ്ണുകളിൽ നിറയെ രൗദ്രത നിഴലിക്കുന്നു എന്നാണ് വിശ്വാസം. മൂന്നടി ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമരുളി പ്രധാന ശ്രീകോവിലിൽ തന്നെ ഭഗവാന് പുറകിലായി പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദക്ഷപുത്രിയായ സതിയായും മഹാകാളിയായും ദേവിയെ ഇവിടെ ആരാധിക്കുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്നറിയപ്പെടുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. വഞ്ഞിപ്പുഴ തമ്പ്രാക്കന്മാരുടെ കാലത്ത് ഉളിയന്നൂർ പെരുന്തച്ചന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ആ പഴയ ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചു പോയതിനു ശേഷം പുനർനിർമ്മിച്ച ക്ഷേത്രമാണ് നാം ഇന്ന് കാണുന്നത്. അന്നത്തെ തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമായിരുന്നു എന്നും കരുതപ്പെടുന്നു. 3 നിലകളുള്ള കിഴക്കേ ഗോപുരമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം. ആദ്യം നിർമ്മിച്ച ക്ഷേത്രഗോപുരം 300 വർഷം മുമ്പുണ്ടായ അഗ്നിബാധയെ തുടർന്ന് നശിച്ചു പോയതിനു ശേഷം ഏകദേശം 80 വർഷം മുമ്പാണ് പുതിയ ക്ഷേത്രഗോപുരം നിർമ്മിക്കുന്നത്. കേരളീയ വാസ്തുശാസ്ത്രത്തിനൊപ്പം പാശ്ചാത്യ നിർമ്മാണ രീതികൾ കൂടി സമന്വയിപ്പിച്ചാണ് കിഴക്കേ ഗോപുരത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. വലിയ ഗോപുരവാതിലിലൂടെ നമ്മൾ ഉള്ളിലേക്കെത്തുമ്പോൾ ആനക്കൊട്ടിൽ കാണാം. ആനകളെ വരെ ഒരേ സമയം എഴുന്നള്ളിച്ചു നിർത്താൻ തക്ക വലുപ്പത്തിലാണ് ആനക്കൊട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. ആനക്കൊട്ടിലും കഴിഞ്ഞ് നാം മുമ്പോട്ട് പോകുമ്പോൾ പെരുന്തച്ചൻ പണികഴിപ്പിച്ച കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. അണ്ഡാകൃതിയിൽ സവിശേഷമായ വൈദഗ്ധ്യത്തോടെ പെരുന്തച്ചൻ നിർമ്മിച്ച ഈ കൂത്തമ്പലവും അഗ്നിക്കിരയാവുകയായിരുന്നു. അന്ന് കത്തിനശിച്ച കൂത്തമ്പലത്തിന്റെ ചില കൽത്തൂണുകൾ ഇപ്പോഴും നമുക്കിവിടെ കാണാം. ഈ കൂത്തമ്പലം പുതുക്കിപ്പണിയുന്നതിന് പിന്നീട് ആരും ശ്രമിച്ചില്ല എന്നത് ഒരു അത്ഭുതമായി തന്നെ ഇന്നും അവശേഷിക്കുന്നു. ഈ കൂത്തമ്പലത്തിന്റെ തറയിൽ ഭഗവാന്റെ വാഹനമായ നന്ദിയുടെ ഒരു ശിലാവിഗ്രഹവും നമുക്ക് കാണാം. ഭക്തർ നന്ദിയെ വന്ദിച്ച ശേഷമാണ് നാലമ്പലത്തിലേക്ക് കടക്കുന്നത്. തൊട്ടടുത്തായി 100 അടിയോളം ഉയരം വരുന്ന സ്വർണ്ണ കൊടിമരവും നമുക്ക് കാണാം. കൊടിമര ചുവട്ടിൽ മഞ്ചാടിക്കുരി സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് അസാമാന്യ വലിപ്പത്തിലുള്ള ബലിക്കല്ല്. ഈ ബലിക്കല്ലിന്റെ വലിപ്പം കാരണം പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ശിവലിംഗം കാണാനും സാധിക്കുകയില്ല. അതിവിശാലമായ നാലമ്പലത്തിനുള്ളിൽ ഭീമാകാരമായ വട്ടശ്രീകോവിലിലാണ് ചെങ്ങന്നൂർ മഹാദേവൻ കുടികൊള്ളുന്നത്. കരിങ്കല്ലിൽ നിർമ്മിച്ച് ചെമ്പ് മേഞ്ഞ് ഒറ്റ നിലയിലാണ് ശ്രീകോവിലിന്റെ നിർമ്മാണം. ശ്രീകോവിലിന്റെ മുകളിലായി നമുക്ക് സ്വർണ്ണ താഴികക്കുടം കാണാം. 150 അടി ചുറ്റളവിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. മഹാതച്ചനായ പെരുന്തച്ചൻ ആണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചത്.
ക്ഷേത്രത്തിൽ നടന്ന അഗ്നിബാധയിൽ നശിക്കാതെ അവശേഷിച്ചത് ഈ ശ്രീകോവിൽ മാത്രമാണെന്ന് പറയപ്പെടുന്നു. കരിങ്കലിനൊപ്പം സവിശേഷമായ രീതിയിൽ ചെളിയിട്ട് നിർമ്മിച്ചതിനാലാണ് ശ്രീകോവിൽ അഗ്നിക്ക് ഇരയാകാതിരുന്നതെന്നും പറയപ്പെടുന്നു. കൂത്തമ്പലത്തറ എന്ന് ഇപ്പോൾ നാം കരുതുന്ന ഈ തറ ഒരുപക്ഷെ പഴയ ശ്രീകോവിലിന്റെ അവശിഷ്ടമായിരിക്കാനാണ് സാധ്യത എന്നും ഒരു വാദമുണ്ട്. കാരണം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട അടച്ച് ഒരിക്കലും കൂത്തമ്പലം പണിയാൻ സാധ്യതയില്ല. ദേവന്റെ വലതുവശത്തായിരിക്കണം, 3 താഴികക്കുടങ്ങൾ വേണം എന്നെല്ലാമായിരുന്നു പഴയ കാലത്ത് കൂത്തമ്പലം പണിയാനുള്ള നിബന്ധനകൾ. ഈ പ്രദേശത്തെ ബ്രാഹ്മണരുടെ അപ്രമാദിത്വം കുറയ്ക്കുന്നതിനായി ക്ഷേത്രത്തിന്റെ ശില്പിയായ പെരുന്തച്ചൻ മനഃപൂർവ്വം കണക്ക് തെറ്റിച്ച് പണിതതാണെന്നും ഒരു വാദമുണ്ട്. അതിനായി ബ്രാഹ്മണർ ഇരുന്ന് ജപിക്കുന്ന മണ്ഡപം വിഗ്രഹം കണ്ടു തൊഴാൻ സാധിക്കാത്ത രീതിയിൽ നിർമ്മിച്ചു. കൂട്ടത്തിൽ ദർശനഭംഗം വരുത്തി കൂത്തമ്പലവും നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ നിർമ്മാണ വേളയിലാണ് പെരുന്തച്ചന്റെ കയ്യിൽ നിന്നും വീതുളി വീണ് മകൻ മരിച്ചതെന്നും കരുതപ്പെടുന്നു. മഹാദേവനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും പാർവതി ദേവിക്കും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട്. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിന് തുല്യമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം എന്നും കരുതപ്പെടുന്നു. രജസ്വലയാകുന്ന ദേവിയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. തൃപ്പൂത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത്. ക്ഷേത്ര മേൽശാന്തി എല്ലാ ദിവസവും നിർമാല്യത്തിന് ദേവിയുടെ ഉടയാട ഞൊറി അഴിയാതെ വിഗ്രഹത്തിൽ നിന്നും എടുത്ത് ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ വയ്ക്കും. ക്ഷേത്രകാരായ്മ അവകാശികളായ വാര്യർ സമുദായത്തിൽപ്പെട്ട വാര്യർ ഈ ഉടയാട പരിശോധിക്കുകയും രജസ്വലയായി എന്ന് സംശയമുണ്ടെങ്കിൽ താഴമൺ മഠത്തിലെ മുതിർന്ന അന്തർജനത്തിനെ കാണിച്ച് വസ്ത്രത്തിൽ രക്തക്കറ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ വിവരം ക്ഷേത്രത്തിൽ അറിയിക്കുന്നതോടെ ശ്രീകോവിൽ നട അടയ്ക്കും. മൂലവിഗ്രഹത്തിൽ നിന്നും ദേവീ ചൈതന്യത്തെ ശിവേലി വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച ശേഷം നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലുള്ള തൃപ്പൂത്തറയിലേക്ക് മാറ്റും. ദേവി തൃപ്പൂത്തായ 4 ദിവസവും തൃപ്പൂത്തറയിലായിരിക്കും നിത്യപൂജകൾ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ അഭിഷേകവും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ മൂലബിംബത്തിലും പൂജകൾ ഉണ്ടായിരിക്കുന്നതല്ല. ദേവിക്ക് കൂട്ടായി ഈ ദിവസങ്ങളിൽ തോഴിമാരായി 2 സ്ത്രീകളും തൃപ്പൂത്തറയിൽ ഉണ്ടായിരിക്കും. ദേവിയുടെ ഉടയാടയ്ക്കുമുണ്ട് പ്രത്യേകതകൾ. നിറമുള്ള വസ്ത്രങ്ങൾ ദേവിയെ അണിയിക്കുന്നതല്ല. 2 കരമുണ്ടുകൾ ചേർത്ത് ഇണമുണ്ടാക്കി മാറ്റി ഞൊറിയിട്ടാണ് ദേവിയെ ഉടുപ്പിക്കുന്നത്. അതുപോലെ തെറ്റിപ്പൂവ്, വെള്ള മന്ദാരപ്പൂവ് തുടങ്ങിയ പൂക്കളാണ് പൂജാവേളയിൽ ദേവിക്ക് അർപ്പിക്കുന്നത്. നാലാം ദിവസം രാവിലെയാണ് തൃപ്പൂത്താറാട്ട്. ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പമ്പാ നദിക്കരയിലെ മിത്രപ്പുഴക്കടവിലെത്തിച്ച് ആറാട്ട് നടത്തുന്നു. അതിനുശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ശിവേലി വിഗ്രഹത്തിൽ നിന്നും ദേവീ ചൈതന്യത്തെ മൂലബിംബത്തിലേക്ക് ആവാഹിക്കുന്നു. തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം. തൃപ്പൂത്ത് ആരംഭിച്ച 12 ദിവസവും ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുന്നതിനായി ധാരാളം ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മൺട്രോ സാഹിബുമായി ബന്ധപ്പെട്ട് തൃപ്പൂത്തിനെ കുറിച്ച് ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്. ഒരിക്കൽ തൃപ്പൂത്താറാട്ടിനുള്ള ഫണ്ട് അദ്ദേഹം വെട്ടിക്കുറയ്ക്കുകയുണ്ടായിത്രേ. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കഠിനമായ രോഗം ബാധിച്ചു. ഡോക്ടർമാർ കിണഞ്ഞു ശ്രമിച്ചിട്ടും രോഗം ശമിപ്പിക്കാനായില്ല. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ ദേവിയുടെ അപ്രീതിയാണ് അസുഖത്തിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു.
ഇതേ തുടർന്ന് അദ്ദേഹം പ്രായശ്ചിത്തമായി കട്ടിത്തങ്കത്തിൽ തീർത്ത 2 പനന്തണ്ടൻ വളകളും അരപ്പട്ടയും ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ചിങ്ങം പിറന്നുള്ള ആദ്യത്തെ തൃപ്പൂത്താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു. ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. മഹാദേവന്റെ ശാപത്താൽ മുക്കുവ സ്ത്രീയായി മാറിയ പാർവതീദേവി മുക്കുവ യുവാവിന്റെ രൂപത്തിൽ വന്ന പരമശിവനെ സ്വയംവരം ചെയ്തതായി കൊല്ലം ജില്ലയിൽപ്പെട്ട അരയ സമൂഹം വിശ്വസിച്ചു വരുന്നു. അവർ മുക്കുവ സ്ത്രീയായി മാറിയ പാർവതീദേവിയുടെ പിന്മുറക്കാരാണെന്നും വിശ്വസിക്കുന്നു. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കുംഭമാസത്തിലെ ശിവരാത്രിക്ക് ആലപ്പാട്ടെ അരയ സമുദായക്കാർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങാണ് പരിശം വയ്പ്. അരയ സമുദായത്തിന്റെ ആചാരപ്രകാരം വിവാഹ സമയത്തുള്ള ചടങ്ങാണ് പരിശം വയ്പ്. ഏകദേശം 10 ഏക്കർ വരുന്ന വിശാലമായ മതിലകമാണ് ചെങ്ങന്നൂർ ക്ഷേത്ര മതിലകം. നാല് ദിക്കുകളിലും ക്ഷേത്രഗോപുരങ്ങൾ കാണാം. കിഴക്കേ ഗോപുരം ഒഴികെയുള്ള ഗോപുരങ്ങൾക്ക് ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട്. പണ്ടുകാലത്ത് കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി കുറ്റാരോപിതരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് ഈ ഗോപുരനടയിൽ നടന്നിരുന്നു. ക്ഷേത്രഗോപുരത്തിലുള്ള ഒരു ദ്വാരത്തിൽ കുറ്റാരോപിതന്റെ കൈ കടത്തി സത്യം ചെയ്യിക്കുന്ന ചടങ്ങായിരുന്നു ഇത്. ഈ ദ്വാരത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. കള്ളസത്യമാണ് ചെയ്യുന്നതെങ്കിൽ പാമ്പ് കടിക്കുകയും കടിയേറ്റയാൾ ഗോപുരനടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യും. ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലെ സത്യം എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി അതിവിശാലമായ ക്ഷേത്രകുളം നമുക്ക് കാണാം. ശിവകുണ്ഡ തീർത്ഥം എന്നറിയപ്പെടുന്ന ഈ കുളം അഗസ്ത്യമുനിയുടെ ഹോമകുണ്ഡമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രമുറ്റത്തെ കൂത്തമ്പലത്തിനോട് ചേർന്ന് തെക്കു ഭാഗത്തായി കാണുന്ന പാറക്കല്ലിൽ ചവിട്ടി നിന്നുകൊണ്ട് തൊഴുന്നതും ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ്. ഈ കല്ലിൽ ചവിട്ടി നിന്നാൽ നമുക്ക് ശ്രീകോവിലിന്റെ താഴികക്കുടം കാണാം. ഈ പാറക്കല്ലിൽ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ചാൽ അന്നേ ദിവസം വിഷം തീണ്ടില്ല എന്നും വിശ്വാസമുണ്ട്. ഒരു സിദ്ധന്റെ വിഷചികിത്സാ ഗ്രന്ഥങ്ങളും മരുന്നുകളുമാണ് ഈ കല്ലിനടിയിൽ എന്നാണ് വിശ്വാസം. നാലമ്പലത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കൽക്കെട്ടിലുമുണ്ട് ഒരു പ്രത്യേകത. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സ്കെയിലിനേക്കാൾ നീളമുള്ള ഒരു വര നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് മറ്റൊന്നുമല്ല, സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ചൻ തന്റെ മുഴക്കോലിന്റെ അളവ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ മുഴക്കോലിന്റെ അളവെടുക്കാനായി വിശ്വകർമ്മജർ ഇപ്പോഴും ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ശബരിഗിരീശന്റെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പാനദിയുടെ പടിഞ്ഞാറേ കരയിൽ ചെങ്ങന്നൂർ നഗരത്തിന് തൊട്ടടുത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടന കാലത്ത് ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 28 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടോടുകൂടി കൊടിയിറങ്ങുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രജസ്വലയാകുന്ന ദേവി തന്നെയാണ്. സ്ത്രീകളുടെ ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തിലെ തർക്കവിഷയമായിട്ട് നാളുകളേറെയായി. ജൈവികമായ വ്യത്യാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തിരക്കിട്ട് പുരോഗമിക്കുമ്പോഴും ഇതിലൊന്നും പെടാതെ അതേ സ്ത്രീ ശരീരത്തെ ശക്തിയായി ആരാധിച്ചുകൊണ്ട്
ദേവിയുടെ ആർത്തവത്തെ ആഘോഷമാക്കിക്കൊണ്ട് ചെങ്ങന്നൂർ ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെ നിലകൊള്ളുന്നു.